ഹായ്. ഇന്നലെ ഞാൻ MBBS ഫസ്റ്റ് ഇയറിൻ്റെ സബ്ജക്ട്സിനെ പറ്റിയും ഡിസെക്ഷനെ പറ്റിയും ഒക്കെ ഞാൻ സംസാരിച്ചിരുന്നു. ആക്ച്വലി എനിക്ക് ഒരു ചേട്ടൻ ഇപ്പോഴും കമൻറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ യൂട്യൂബ് വീഡിയോസിന്. ഡേ 1 തൊട്ടിട്ട് നല്ല സപ്പോർട്ടാണ്. താങ്ക് യു സോ മച്ച്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇന്നലെ നമ്മൾ MBBS ഫസ്റ്റ് ഇയറിനെ പറ്റി പറഞ്ഞു. ബട്ട് അതിന് മുമ്പേ എനിക്ക് തോന്നുന്നത് നമ്മളെന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എന്താണ് നീറ്റ് UG എഴുതാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടെൻത്ത് കഴിഞ്ഞ് നമ്മൾ എന്തെടുക്കേണ്ടത്, സയൻസ് ഗ്രൂപ്പ് എടുക്കണം. കാരണം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് അപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. ഒരു വർഷം കൂടെ വേസ്റ്റ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. സോ എൻ്റെ കേസിൽ എനിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ലായിരുന്നു ഇതുപോലെ ബാങ്ക്സ് ഒക്കെ കിട്ടുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്ന ബുക്ക്ലെറ്റ്സ് അവൈലബിൾ ആണെന്നോ. അന്നൊന്നും നമുക്ക് അധികം ഓറിയൻറ്റേഷൻ തരാനോ ഒന്നുമില്ല. ബാക്കിയുള്ള കുട്ടികൾ വേറെ ബുക്സിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓക്കെ ബുക്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ അത് എന്നിട്ട് പിന്നെ വാങ്ങിച്ചിട്ടൊക്കെയാണ് നമ്മൾ പഠിച്ചത്. സോ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് പേർക്കെങ്കിലും അറിയില്ലായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അറിയുന്നവർ സ്കിപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല. അപ്പം നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ എന്ത് വന്നാലും ഇതൊരു MCQ എക്സാമാണ്. സോ MCQ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചെയ്ത് പഠിക്കുന്നത്. നമ്മൾ വിചാരിക്കും കുറേ തിയറി പഠിക്കാം, കുറേ തിയറി പഠിച്ച ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നടക്കില്ല. എന്താ പറയുക, നമ്മൾ എന്തെങ്കിലും ഒന്ന് തെറ്റിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഓ ഇത് ഓർത്ത് വെക്കണം അല്ലേ. അതുപോലെ തന്നെയാണ് MCQ എക്സാംസൊക്കെ. നമ്മൾ ചെയ്തിട്ട് നമുക്കത് തെറ്റ് വരുമല്ലോ. എപ്പോഴും തെറ്റണം എന്നല്ല, തെറ്റ് വന്ന് അവസാനം നമുക്ക് മനസ്സിലാവും ഓ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളത് പഠിക്കണം. സോ ഈ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ടോപ്പിക്കിന് ഈ ക്വസ്റ്റ്യനാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. സോ അത്രേ ഉള്ളൂ. ഇത് കുറച്ച് ലോങ് ആയിപ്പോയി, സാരില്ല. നെക്സ്റ്റ് ടൈം ഷോർട്ടാക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.